ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്രങ്ങളെല്ലാം ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെയാണ്. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ പറഞ്ഞിരിക്കുന്നു. ഈ ബോക്സ് ന്യൂസുകൾ മറ്റത് മറിച്ചത്, അതായത് ഇപ്പോൾ നമുക്ക് വായിക്കാൻ കുറേ ഉണ്ടെന്ന് ആലോചിക്കണം. അതായത് ഈ അത്രമാത്രം സംഭവങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അന്വേഷണ കമ്മീഷനിലെ ഈ 3 പേരും തന്നെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളാണ് പേര് പറയാതെ പറഞ്ഞിട്ടുള്ളത് ആലോചിക്കണം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയൊക്കെ ഗുരുതരമാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഗവൺമെൻറ് 4.5 വർഷം മിണ്ടാതിരുന്നു? ഇപ്പം ചിലരെ കുറഞ്ഞ് ഞങ്ങൾ സ്ത്രീയുടെ പക്ഷത്താണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഇതൊക്കെ പറയും. കള്ളത്തരം വേറെന്ത് പറയാനാ? അങ്ങനെയാണെങ്കിൽ ഇത് 4.5 വർഷം മുമ്പ് പുറത്തു കൊണ്ടല്ലേ? ആരെ സംരക്ഷിക്കാനാണെന്ന് ആലോചിക്കണം. സ്ത്രീകളെ സംരക്ഷിക്കാനല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ചില ഹോട്ടലിലൊക്കെ ചില ആഹാരം മോശമായിട്ട് റെയ്ഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഒരു ഹോട്ടലെന്നേ പറയുള്ളൂ. എന്നാൽ ആ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ പോകാതിരിക്കാം. അത് പറയുന്ന പോലെ ഇവരാരുടെയും പേര് പറയുന്നില്ല എന്നാലോചിക്കണം. പക്ഷേ ഈ അന്വേഷിച്ച കൂട്ടത്തിൽ, മൊഴി എടുത്ത കൂട്ടത്തിൽ, മൊഴി എടുക്കുമ്പോൾ WCC മുൻകൈ എടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ നിർബന്ധപ്രകാരം കുറച്ച് പേര് മൊഴി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന അവരെ കൂടെ നിന്ന് ചിലർ അവരെ ചതിച്ചു എന്നാണ് പറയുന്നത്. ചതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതങ്ങനെ ചതിയാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അത് ഇതായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇപ്പോൾ WCCയുടെ മെമ്പർമാരെ നമ്മൾ വിളിച്ച് സംസാരിക്കാന്ന് വെച്ചാൽ ഇവരൊന്നും സംസാരിക്കില്ല, ഇവരൊന്നും ഫോൺ എടുക്കില്ല. കാരണം ഇവരൊക്കെ എന്തൊക്കെയോ വലിയ തലങ്ങളിൽ എത്തി നിൽക്കുന്നൊരു ധാരണയാണെന്ന് ആലോചിക്കണം. നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണത്. അതായത് ഈ രാജ്യത്തെ സ്ത്രീകളെ സംരക്ഷിക്കുന്നത്, സ്ത്രീകളുടെ മൊത്ത കച്ചവടമായിട്ട് WCC ആണോ ധാരണ അവർക്കുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ആ ധാരണ ഉണ്ടായിക്കോട്ടെ, ധാരണ കുഴപ്പമില്ല. പക്ഷെ അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഞങ്ങളെ വഞ്ചിച്ചു. ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ആധികാരികമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് മൊഴി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചത് ആരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഞാൻ അന്വേഷിച്ചു എന്നപ്പോൾ ഞാനൊരു ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ കാര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാറിന് എത്രയോ പേരുണ്ട്. ഉർവശി ലേഡി സൂപ്പർ സ്റ്റാറല്ലേ, പാർവതി തിരുവോത്ത് ലേഡി സൂപ്പർ സ്റ്റാറല്ലേ, മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാറല്ലേ, അങ്ങനെ കുറേ പേര്. ഇതിന് ശ്വേതാ മേനൻ പോലും ലേഡി സൂപ്പർ സ്റ്റാറല്ലേ, പുതിയ നടിമാർ ലേഡി സൂപ്പർ സ്റ്റാറല്ലേ, അങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന കുറേ പേര് ഇവിടെയുണ്ട്. അപ്പോൾ ഏത് ലേഡി സൂപ്പർ സ്റ്റാർ? കാരണം WCCയിൽ കുറേ പേരുണ്ടായിരുന്നു. കുറേ ശ്വേതാ മേനോടൊക്കെ ഉണ്ടായിരുന്നു, മഞ്ജു വാര്യരുണ്ടായിരുന്നു, പിന്നെ എത്ര പേരുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഒറ്റക്കെട്ടായി നിന്നിട്ടാണ്. നമുക്കറിയാം, പഴയ ഓരോ ആൽബം എടുത്ത് നോക്കിയാൽ മുഖ്യമന്ത്രിക്ക് ചുറ്റും നിന്നുകൊണ്ട് ഈ WCCയുടെ നടികൾ, ടെക്നീഷ്യന്മാരെല്ലാം സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പടപൊരുതി നിൽക്കുന്നൊരു പടം നമ്മൾ കണ്ടിട്ടൊന്ന് ആലോചിക്കണം. പിന്നീട് ഈ പടങ്ങളിൽ നിന്ന് ഓരോരുത്തരായി കൊഴിഞ്ഞു പോയി എന്നാലോചിക്കണം. എന്തുകൊണ്ട് കൊഴിഞ്ഞു പോയി? അതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പറയുന്നത്. അന്ന് ഇവർ കുറേ ഫൈറ്റ് ചെയ്തു. അന്ന് അവർ ഫൈറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നടീപീഡന കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നടിക്ക് നീതി കിട്ടിയിട്ടില്ല. നടിക്ക് നീതി കിട്ടിയില്ല എന്ന് വെച്ചാൽ അമ്മ എന്നുള്ള താര സംഘടനയിൽ 2 തരം നീതി നടപ്പാക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം അതിൽ കേസിൽ ഉൾപ്പെട്ട ദിലീപിനെ അമ്മ സംരക്ഷിക്കുന്നു, അതിലുള്ള നടി, അതിൽ മെമ്പറായ നടിയെ സംരക്ഷിക്കുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ കമ്മിറ്റിക്ക് പറഞ്ഞിരിക്കുന്നു. കമ്മിറ്റി നടക്കുമ്പോൾ തന്നെ രഹസ്യങ്ങൾ ചോർന്നു പോകുന്നു. ആ ചോർന്നു പോകുന്നതിൻ്റെ പേരിൽ, ചോദ്യം ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ ചില ആൾക്കാർ, അതായത് പാർവതി തിരുവോത്ത് അടക്കം ഉള്ളവരെ കുറച്ച് പേരെ ഈ സംഗതി മാറ്റി നിർത്താൻ പോകുന്നു. ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, അതിലൊരു കാര്യം സത്യമുണ്ട് കേട്ടോ. സത്യം വെച്ചാൽ നമ്മൾ ശബ്ദമുയർത്തിയാൽ അവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന സംവിധാനം നമുക്ക് മലയാള സിനിമ മാത്രം പറഞ്ഞാൽ പോരെ, മലയാള സിനിമയിലും ഉണ്ടെന്ന് അറിയിക്കണം. ഇപ്പോൾ പാർവതി തിരുവോത്ത് നല്ല നടി തന്നെയാണ്. ആ പാർവതി തിരുവോത്തിനെ എത്രയോ പ്രാവശ്യം, അതായത് ഈ ഇല്ലാതാക്കാൻ, വാനിഷ് ചെയ്യാൻ, തുടച്ചു നിൽക്കാൻ, നീ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. പക്ഷെ അവരന്ന് പറഞ്ഞെന്താ, ഇവിടെ അല്ലെങ്കിൽ തമിഴല്ലെങ്കിൽ തെലുങ്ക്, ഇനി ഒന്നും അഭിനയിക്കാൻ പറ്റിയില്ലേ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ സംവിധാനം ചെയ്യും എന്ന് പറയാനുള്ള തൻ്റെ ഇടം അവർ കാണിച്ചു. ഇവിടെ പലരും ഒഴിവാക്കിയെങ്കിലും അതിനുശേഷം നല്ല കുറേ സിനിമകൾ, കഥാപാത്രങ്ങൾ പാർവതിക്ക് കിട്ടി. ഇങ്ങനെ കുറേ നടികളുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ രേവതി ഇവർ WCCയിലുള്ളതാണെന്ന് ആലോചിക്കണം. എന്നാൽ കുറച്ച് കാലമായിട്ട് ഇവരുടെ കൂടെ 2-3 നടികൾ ഇല്ല എന്നുള്ളതാണത്. അപ്പോൾ ആ ഇല്ലാത്ത നടികളെല്ലാം കൂറുമാറി എന്നുള്ളതാണ്. അവരിൽ ചിലർ കൊടുത്ത മൊഴിയാണ് ഇപ്പോൾ
പ്രശ്നമായിരിക്കുന്നത്. അതിപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി. WCCയുടെ മെമ്പർമാരായിരുന്നവർ പോലും ഈ WCC പറഞ്ഞ എതിരായിക്കൊണ്ട് ഇപ്പോൾ പലരും വന്ന റിപ്പോർട്ടിന് എതിരായിക്കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നാണ്. അത് കേട്ട് ഞെട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ ചില നടികൾക്ക് എന്താ കുറേ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാലോചിക്കണം. ഇവരെതിർത്ത ആൾക്കാർക്ക് ഒരു സിനിമയും കിട്ടും, അത് ആണായാലും പെണ്ണായാലും അവരെ ഇല്ലാതാക്കുന്നു ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ആരായിരിക്കും? അപ്പോൾ നമ്മൾ പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ ആ WCCയിൽ ഉണ്ടായി ഈ WCCക്ക് എതിരായി പറഞ്ഞു, അതായത് സിനിമയ്ക്ക് അനുകൂലമായി പറഞ്ഞു, നടന്മാർക്ക് അനുകൂലമായി പറഞ്ഞ ആൾ ആരാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കും. പരിശോധിച്ച് കിട്ടിപ്പോയടേ എന്ന് പറയും. നിങ്ങൾ സന്തോഷം ഉണ്ടാവില്ലേ? കിട്ടിപ്പോയെങ്കിൽ മിണ്ടായിരിക്കുക. അങ്ങനെ വേറെ ചില കിട്ടിപ്പോയി. അപ്പോൾ 3 പേര് പറഞ്ഞാൽ 3 തരത്തിലുള്ള നടികളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, അവർക്ക് കൂടുതൽ പടങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ. ആരുടെ പടം, ഏതൊക്കെ പടം, എത്ര പടം, മലയാളം മാത്രമാണോ, തമിഴ് മാത്രമാണോ, തെലുങ്ക് മാത്രമാണോ, ഏതൊക്കെ പടം നോക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു നടിയെ കിട്ടി. ലേഡി സൂപ്പർമാൻ പടം എനിക്കൊരു നടിയെ കിട്ടിയപ്പോൾ അത് ശരിയാണ്. അവരാദ്യം തുടക്കം മുതലേ, അതായത് ഈ നടി പീഡന കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ഈ പ്രതിഷേധ യോഗം ചേർന്നപ്പോൾ അവർ വളരെ വികാരാധീനായി സംസാരിച്ചു. ഇതിൻ്റെ പിറകിലുള്ളവരെ അറസ്റ്റ് ചെയ്യണം, ഇത് അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു. അതിൻ്റെ പേരിലേക്ക് സംഭവം ഉണ്ടാക്കുന്നത്. അന്ന് അത്രയും കൂടെ നിന്നു ആ നടിയെ ചേർത്ത് നിർത്തി അവരോടൊപ്പം നടി പിന്നെ ഇല്ലാതായി, പിന്നെ സംഘടനയുമായി അകന്നു പോയി എന്നുള്ള സത്യം തന്നെയാണ്. മാത്രമല്ല അവർക്ക് ധാരാളം പടങ്ങൾ കിട്ടിയെന്നാലോചിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് ചില കാര്യങ്ങൾ സത്യമായിരിക്കാം. പക്ഷേ ആ റിപ്പോർട്ട് നമ്മൾ ഇത്രയും വിശദമായിട്ട് നമ്മൾ അങ്ങനെയൊന്നും ഇപ്പോൾ കണ്ടു മാത്രമല്ല, മുമ്പ് കണ്ടിട്ടുണ്ടായില്ല. എന്നാൽ എല്ലാത്തിനും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിലും ഏത് രഹസ്യ സ്വഭാവം തന്നെയായാലും വേണ്ടപ്പെട്ട ചിലരൊക്കെ ചോദിക്കുമ്പോൾ ചില അറിയാതെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും എൻ്റെ അന്നം മുട്ടിക്കല്ലേ, ഇതാരും അറിയില്ലേ. അങ്ങനെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എത്രയോ പേരുണ്ട്. ഞാൻ തന്നെ പറയും, എനിക്ക് വാർത്ത തരുന്ന ഒരാളുടെ പേരും ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഇത്രയും വർഷമായി ഇപ്പോൾ നടിപീഡന കേസ് തന്നെ ഇത്രയും വിവാദമായ സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, എഴുതി, ചാനലിൽ ഒക്കെ പറഞ്ഞു. ഞാൻ ഒരാളുടെ, അതായത് എനിക്ക് ആ ന്യൂസ് ഏറ്റവും പുതിയ ന്യൂസ് ഈ ന്യൂസ് തരുന്നത് ഇവരുടെ കൂടെ നടക്കുന്ന ആൾക്കാരാണെന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആ ന്യൂസ് ഫോൾസ് ന്യൂസ് ആവാത്തതെന്നായിരിക്കാം. അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇന്നേ വരെ, അതായത് എൻ്റെ കഴുത്ത് പോയാലും ശരി, എന്നെ വിശ്വസിച്ച് വാർത്ത തന്ന ഒരാളുടെയും പേര് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് പറയുമില്ല എന്നായിരിക്കാം. അങ്ങനെ കുറേ ബന്ധങ്ങൾ നമുക്ക് സിനിമയിലുണ്ട് എന്നാലോചിക്കണം. അങ്ങനെ സിനിമയിൽ ആ ബന്ധങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന് ഈ ലേഡി സൂപ്പർ സ്റ്റാർ ചിന്തിച്ചാൽ കുറ്റം പറയാനൊക്കുമോ? കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും പറയും, പിന്നിൽ നിന്ന് കുത്തരുത് എന്നൊരു പ്രയോഗമുണ്ട്. അതാണിപ്പോൾ തങ്ങളുടെ കൂടെ നിന്ന ഈ നടിയെക്കുറിച്ച് WCCയിലെ മെമ്പർമാർ, അംഗങ്ങൾ അത്രയും ഞങ്ങൾ വിശ്വസിച്ചു പോയി. ആ വിശ്വസിച്ച നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളെ പുറയിൽ നിന്ന് കുത്തിയത്, അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്കുത്തരമില്ല. അവരുത്തരം കണ്ടെത്തട്ടെ അല്ലേ?